നമസ്കാരം. കുട്ടിപ്പാടി സേവ അഥവാ സോപാന സംഗീതത്തിലെ മറ്റൊരു പ്രധാന ഘടകമാണ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, നിദാന രാഗ പദ്ധതി. ഒരു ക്ഷേത്രത്തിലെ പൂജാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൂർവിക ആചാര്യന്മാർ ആവിഷ്കരിക്കപ്പെട്ട ഒരു രാഗ ആലാപന ശൈലി പദ്ധതിയാണ് നിദാന രാഗ പദ്ധതി. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ അങ്ങോളം ഇങ്ങോളം നോക്കിയാൽ ഏതാണ്ട് മധ്യ തിരുവിതാംകൂർ, എറണാകുളം ജില്ല, കോട്ടയം ജില്ല, ആലപ്പുഴ ജില്ല, പത്തനംതിട്ട ജില്ല, ഇങ്ങനെയുള്ള ഒരു ഭാഗത്താണ് ഈ നിദാന രാഗ പദ്ധതിയുടെ ഒരു വേരോട്ടം കൂടുതലായി കണ്ടുവരുന്നത്. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള പ്രദേശങ്ങളിൽ അത്രയ്ക്ക് ഇത് നിഷ്കർഷമായിട്ട് കാണപ്പെടുന്നില്ല, പ്രയോഗത്തിൽ കാണപ്പെടുന്നില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വൈക്കം ക്ഷേത്ര കലാപീഠത്തിലാണ് 1982 മുതൽ ആരംഭിച്ച വൈക്കം ക്ഷേത്ര കലാപീഠത്തിലാണ് നിദാന രാഗങ്ങളുടെ ഒരു കൃത്യമായ പാഠ്യപദ്ധതി അവിടുത്തെ സിലബസിൽ ഉൾക്കൊള്ളിച്ച് അത് പുതിയ തലമുറയിലേക്ക് പ്രഗത്ഭരായ പ്രശസ്തരായ ആചാര്യന്മാരായിട്ടുള്ള അധ്യാപകർ പകർന്നു വരികയും അതിലൂടെ ഈ നിദാന രാഗ പദ്ധതിക്ക് വളരെ ഏറെ പ്രചുര പ്രചാരം സിദ്ധിക്കുകയുണ്ടായി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിപ്രാചീനമായിട്ടുള്ള ഒരു ആവിഷ്കാര പദ്ധതിയാണ് കുട്ടിപ്പാടി സേവ സോപാന സംഗീതം എന്നുള്ളത് പ്രത്യേകം ഈ അവസരത്തിൽ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കും. അതായത് തന്ത്രശാസ്ത്രപരമായ പൂജാക്രമത്തിന് ഇന്നിപ്പം നമ്മള് ഒരു ക്ഷേത്രത്തിൽ ചെന്ന മുമ്പിലായിട്ട് ഒരു ബോർഡ് കാണാം, ഉഷപൂജ 5:45 AM, എതിർത്ത പൂജ അല്ലെ പന്തീരടി പൂജ 8:30 AM, ഇങ്ങനെയൊക്കെ സമയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ പണ്ട് പുരാതന കാലത്ത് ഈ സമയങ്ങള് നിശ്ചയിച്ചിരുന്നത്, അന്ന് ക്ലോക്കില്ല, മറ്റ് സാങ്കേതികമായിട്ടുള്ള ഉപകരണങ്ങളൊന്നും ഇല്ലാത്ത കാലം മുതൽ പൂർവികർ സൂര്യനെ നോക്കിയാണ് സമയത്തെ നിശ്ചയിച്ചിരുന്നത്. നക്ഷത്രങ്ങള്, സൂര്യൻ, ആകാശത്ത് നോക്കിയാണ് കാര്യങ്ങൾ, സമയങ്ങളെ നിശ്ചയിച്ചിരുന്നത്. അതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഈ തന്ത്രശാസ്ത്ര അധിഷ്ഠിതമായിട്ടുള്ള ക്ഷേത്ര ആരാധനയില് പൂജാക്രമത്തിന് നമ്മൾ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ്? 8:30 പൂജ അല്ലെങ്കിൽ 10:30 പൂജ, 6 മണിയുടെ പൂജ, അങ്ങനെയല്ല. ഉഷപൂജ, എതിർത്ത പൂജ, പന്തീരടി പൂജ, ഉച്ചപൂജ, അത്താഴ പൂജ, ഇങ്ങനെയൊക്കെയാ പറയുന്നത്. ഉച്ചപൂജ എന്ന് പറഞ്ഞാൽ ഉച്ച സമയത്തുള്ള പൂജയാണെന്നുള്ളത് അധികം ഒന്നും ചിന്തിക്കാത്ത ആൾക്കാർക്ക് പോലും മനസ്സിലാവും. ഉഷപൂജ എന്ന് പറഞ്ഞാൽ ഉഷസ്സിലുള്ള പൂജ, സമയമല്ല അവിടെ പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ബോർഡുണ്ട്, സമയം അവിടെ കുറിച്ച് വെച്ചിട്ടുണ്ടാവും. പക്ഷെ ആ പുരാതന കാലത്തെ ആ സങ്കല്പം, ആ ആവിഷ്കാര കാലത്തെ ആ പശ്ചാത്തലം ഇതായിരുന്നു. ഉഷപൂജ എന്നാ പറയുന്നത്. അപ്പോൾ ഉഷപൂജയ്ക്ക് അനുസൃതമായി കുട്ടിപ്പാടി സേവാ സമ്പ്രദായത്തിൽ അന്നത്തെ ആചാര്യന്മാർ ആവിഷ്കരിച്ച രാഗമാണ് ദേശാക്ഷി. എന്നാ ഉഷ എന്ന് കൂട്ടിയുള്ള എന്തെങ്കിലും ഒരു രാഗം പോരെ എന്ന് ചോദിച്ചാൽ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വാദ്യ കലാവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് തന്ത്രം പോലുള്ള അതിപ്രധാന ഘടകവുമായിട്ട് ചേർന്ന് ആവിഷ്കരിക്കപ്പെടുന്ന ഒരു പദ്ധതി എന്നുള്ള നിലയ്ക്ക് അന്നത്തെ ആചാര്യന്മാർ അവരുടേതായിട്ടുള്ള ചിന്താ പദ്ധതികളും ആവിഷ്കാര പദ്ധതികളും വളരെ മഹത്തരമാക്കി ഇതിനോട് ചേർത്ത് നിർത്തി എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്
ഉഷപൂജയ്ക്ക് രാഗ പേര് നിശ്ചയിച്ചപ്പോൾ ദേശാക്ഷി. ഉഷപൂജ എന്ന് പറയുന്നത് ഉഷസ്സിലുള്ള പൂജ. ഉഷസ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ആ ഒരു സമയം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? സൂര്യരശ്മി, സൂര്യന്റെ പ്രകാശം ഭൂമിയിൽ വീണു തുടങ്ങുന്ന ഒരു സമയം. ആരംഭിച്ചിട്ടേ ഉള്ളൂ, വീണങ്ങോട്ട് നല്ല രീതിയിൽ പ്രകാശമൊന്നും ആയിട്ടില്ല. പക്ഷെ സൂര്യരശ്മി പതിക്കാൻ തുടങ്ങി ഭൂമി തലത്തിൽ. ആ സമയമാണ് ഉഷസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഈ വാദ്യപ്രയോക്ത അല്ലെങ്കിൽ കൊട്ടിപ്പാടി സേവാ പ്രയോക്ത നിലയിലുള്ള ആൾക്കാർ, ആചാര്യന്മാർ അന്ന് ആവിഷ്കരിച്ച പേരാണ് ദേശാക്ഷി. ദേശത്തിലോട്ട് സൂര്യന്റെ അക്ഷി, കണ്ണ് പതിക്കുന്ന സമയം ഒന്ന് ആലോചിച്ച് നോക്കി. എന്തുമാത്രം അന്തസത്ത അടങ്ങിയിട്ടുള്ള ഒരു ആവിഷ്കാരമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അത്രയ്ക്ക് മഹത്തരമാണ്, അത്രയ്ക്ക് ഏറെ ഒരു അന്തസത്ത, ആന്തരിക തത്വം അടങ്ങിയിട്ടുള്ള ഒരു മേഖല വേറെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്. അപ്പോ ഉഷപൂജയ്ക്ക് ദേശാക്ഷി, ഉഷസ്സിലുള്ള സൂര്യരശ്മി പതിയുന്ന ആ സമയത്തുള്ള പൂജയ്ക്ക് ദേശാക്ഷി, ദേശത്തിലോട്ട് സൂര്യന്റെ അക്ഷി, കണ്ണ് പതിയുന്ന, അല്ലെങ്കിൽ അത് കണ്ണെന്ന് പറഞ്ഞാൽ ഉടനെ നമ്മളിപ്പോ കാണുന്ന പോലത്തെ കണ്ണല്ല, അതിന്റെ ആ സൂര്യരശ്മി വീഴുന്ന ആ പതിക്കുന്ന ആ സമയം, ഇത് രണ്ടും കൂടെ ഒന്നല്ലേ? ചിന്തിച്ചു നോക്കി. അതാണ് അതിന്റെ തത്വം. അപ്പൊ ആ ദേശാക്ഷി രാഗമാണ് ഉഷപൂജ സമയത്ത് ഋജുസ്വരമായ അകാരത്തിൽ പൂജയുടെ ആരംഭത്തിൽ ധ്യാനി പാടുമ്പോൾ, അതായത് താന്ത്രികൻ ആത്മാരാധന, പൂജാക്രമത്തിലെ ആദ്യത്തെ ഒരു ഭാഗമായ ആത്മാരാധന ശ്രീകോവിലിനുള്ളിൽ നടത്തപ്പെടുമ്പോഴാണ് ആ സമയം ഇതുമായിട്ട് ഒന്നിച്ചു വരും. കൊട്ടിപ്പാടി സേവ ആരംഭിച്ച് ധ്യാനി പാടുന്ന ഒരു സമയവും ഈ ആത്മാരാധന സമയവും ഒക്കെ ഏതാണ്ട് ഒന്നിച്ചു വരും. അപ്പൊ അതിന് അനുപൂരകമായിട്ടാണ് പുറത്ത് ഇത് ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നതെന്നുള്ള നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ പറഞ്ഞ ഈ രാഗത്തിന്റെ ആ ഒരു ആന്തരിക ബന്ധവും കൂടെ നമ്മൾ വളരെയേറെ സ്തുത്യർഹമായി ഇതിനെ പറ്റി ചിന്തിക്കേണ്ടതാണ്.